നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തിടെ ഡിപ്രഷനെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് വളരെയധികം വിവാദമായല്ലോ. അതായത് ഒരു ജോലിയും ഇല്ലാത്തവർക്കാണ് ഡിപ്രഷൻ വരുന്നത് എന്നൊരു സെലിബ്രിറ്റി പറഞ്ഞതിനോടനുബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ജോലിയും ഇല്ലാത്തവർക്ക് വരുന്നൊരു രോഗമാണോ ഡിപ്രഷൻ? നമുക്ക് നോക്കാം. നല്ല ജോലിയും ഉയർന്ന ശമ്പളവും ഉണ്ടായിട്ടും ആൻസൈറ്റിയും ഡിപ്രഷനും കാരണം ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ച് മരണത്തെ വരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മൾക്കിടയിലുണ്ടല്ലോ. അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമല്ല ഡിപ്രഷൻ. മറ്റേത് അസുഖത്തെ പോലും പനി വരുമ്പോൾ നമ്മൾ ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ടല്ലോ പനി വരുന്നത്. അതുപോലെ മറ്റെന്ത് അസുഖമാണെങ്കിലും നമ്മൾ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചിന്തിക്കാൻ വേറെ വിഷയമില്ലാത്തത് കൊണ്ടോ കടന്നു വരുന്ന ഒരു അസുഖം അല്ല മറ്റേത് രോഗം. അതേപോലെ തന്നെയുള്ള ഒരു മാനസികമായ അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നതും. നമ്മൾ കണ്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ എല്ലാ ജീവിതങ്ങളും കെട്ടുകഥകളാണെന്ന് പറയുന്നത് പോലെയാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. തലച്ചോറിന്റെയും നാഡീവ്യൂഹത്തിലെയും പ്രവർത്തന വ്യതിയാനങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ, തൊഴിൽ, സാമ്പത്തികം, വിവാഹം ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതുപോലെ വ്യക്തിപരമായ ജീവിതം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരുടെ നഷ്ടം, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, അസുഖങ്ങൾ എന്നിവയെല്ലാം ഈ വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നമ്മളെ നയിക്കുന്ന ഘടകങ്ങളാണ്. വിഷാദരോഗത്തിനുള്ള കാരണങ്ങൾ ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള കാരണങ്ങളാണ് നമ്മളെ ഈ ഡിപ്രഷനിലേക്ക്, ആഴത്തിലുള്ള മാനസിക വ്യഥകളിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നത്. തലച്ചോറിലെയും നാഡീവ്യൂഹത്തിലെയും പ്രവർത്തന വ്യതിയാനങ്ങൾ, അമിതമായ ഉത്കണ്ഠ ഉണ്ടാവാനായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ഈ ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ആൻസൈറ്റിയിലേക്ക് ഒക്കെ തള്ളിവിടുന്നത്. റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹികവും വ്യക്തിപരവുമായ കാരണങ്ങൾ, കുട്ടികൾ ആണെങ്കിൽ എല്ലാവരുടെയും പ്രതീക്ഷ അനുസരിച്ച് ഉയരാൻ സാധിക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ അതിന് കാരണമാകാം. ആത്മാഭിമാനം കുറയുക, സ്വയം വിമർശനം, കഴിവില്ലായ്മ എന്നിവയെല്ലാം നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവാനും ആൻസൈറ്റി ഉണ്ടാവാനും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുമുള്ള കാരണമാണ്. സാമൂഹികമായ ഒറ്റപ്പെടൽ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കൂട്ടത്തോടു കൂടി ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ ആൾക്കുണ്ടാകുന്ന മാനസിക വ്യഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രവൃത്തികളെ കുറിച്ചുള്ള കുറ്റബോധവും ആശങ്കകളും, നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ കാരണമായാൽ അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാതെ ഇരുന്നാൽ, അങ്ങനെ പല സമയങ്ങളിലും നമ്മുടെ മനസ്സ് നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ ആകുന്നതായിരിക്കും. മാനസിക രോഗം വന്നാൽ ചികിത്സ വേണോ? എന്തിന്? ചികിത്സയൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് മാറിക്കോളും, കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ അങ്ങ് മാറും, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ മാറും എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയിൽ നിന്ന് ഇന്നത്തെ തലമുറയ്ക്കൊരു വ്യതിയാനം വരികയും മറ്റേത് രോഗത്തെ പോലെയും മനസ്സിലുണ്ടാകുന്ന അസുഖങ്ങളും ഒരു രോഗമാണെന്ന് തിരിച്ചറിയുകയും അവരതിന് ചികിത്സയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് പോകാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം വളർന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും പുറത്തു വരുന്നത്. അല്ലെങ്കിൽ നീറിപ്പുകഞ്ഞ് ഒരിക്കലും കരകയറാൻ പറ്റാത്ത ചങ്ങലകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇരുട്ടുമുറികൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. അതിൽ നിന്നും മാറ്റം വരുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ പുറത്തേക്ക് അറിയുന്നത് ചികിത്സയുടെ സൗകര്യങ്ങളും ആധുനിക കാലത്തിൽ ചികിത്സയ്ക്കുള്ള പ്രാധാന്യം മനുഷ്യരുടെ മനസ്സിലുണ്ടായ അവബോധം എന്നിവ കാരണമാണ്. മറ്റേത് ശാരീരിക രോഗങ്ങളെക്കാട്ടിലും തീവ്ര വേദനയാണ് മാനസിക രോഗം കൊണ്ടുണ്ടാവുന്നത്. ഒരു മനുഷ്യനെ തുണ്ടമായി മുറിച്ച് രക്തം ചീന്താതെ മരണത്തിലേക്ക് നിസ്സാരമായി തള്ളിവിടുന്ന അവസ്ഥയാണ്. നമ്മൾ എല്ലാവരിലും ഒളിഞ്ഞും തെളിഞ്ഞും മിന്നിയും മറയുന്ന ഭാവവേദങ്ങൾ ഈ ഭീകരാവസ്ഥ കൂടിയിരിക്കുന്നുണ്ട്. ഈ പറയും പോലെ തന്നെ ചിലത് ശരിയാവും, ചിലത് ശരിയാവത്തില്ല, ചിലത് ശരിയാവാത്തവരുടെ ലോകം പറയും അവർക്ക്, അല്ലെങ്കിൽ അവന് ഭ്രാന്താണ് എന്ന്, അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണ് എന്ന്, അല്ലെങ്കിൽ അവന് ഒരു മുൻകോപിയാണ് എന്ന്. നിങ്ങൾ ഓരോരുത്തരെ പറ്റിയും പറയുന്ന നിങ്ങൾക്കറിയാമല്ലോ. വാശിക്കാരാണ്. അവരുടെ ഉള്ളിലിരിക്കുന്ന അഗ്നിപർവ്വതം, അവരുടെ ഉള്ളിലുള്ള ആ ദുഃഖം ആരെങ്കിലും അറിയുന്നുണ്ടോ? പരസ്പരം ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ അവഗണനയുടെയും കുത്തുവാക്കുകളുടെയും മുൾമുന കൊണ്ട് കുത്തി വ്രണമാക്കി കോലം കെടുത്തുന്നതോടെ ജീവിതമേ കൈവിട്ടു പോകും. ഉപദേശിച്ച ആർക്കും ആരെയും നന്നാക്കാൻ കഴിയാത്തിടത്തോളം ഒറ്റപ്പെടലും മാനസിക സംഘർഷവും അനുഭവിക്കുന്ന എല്ലാവരും സ്വയം സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക എന്നേ പോംവഴിയുള്ളൂ. സ്വയം സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനായിട്ടാണ് നമ്മൾ ക്ലിനിക്കുകളിലോ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തോ കൗൺസിലേഴ്സിൻ്റെ അടുത്തോ പോകുന്ന
ഒരു കാലം നമ്മുടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊരു പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമല്ല ഇത്. നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ ആവശ്യമാണല്ലോ. മറ്റേത് രോഗങ്ങളെ പോലെ തന്നെയും മനസ്സിലുണ്ടാകുന്ന വേദനയും ചികിത്സിച്ച് ഭേദമാക്കാം. ചിലപ്പോൾ ചികിത്സിക്കേണ്ട പോലും ആവശ്യം മറ്റു രോഗങ്ങളെ പോലെ മനസ്സിലുണ്ടാകുന്ന വേദനയ്ക്കും ചികിത്സിക്കേണ്ട പോലും ആവശ്യം വരില്ല. എല്ലാം തുറന്നു പറഞ്ഞാലും അല്ലെങ്കിൽ ശരിയായ ഒരു ഉപദേശം കിട്ടിയാൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു അവസ്ഥ മാത്രമാണ് മനസ്സിനുണ്ടാകുന്ന ഡിപ്രഷൻ അല്ലെ ആൻസൈറ്റി, സങ്കടങ്ങൾ ഒക്കെ തന്നെ. മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത എന്നാൽ നിങ്ങളിൽ ആനന്ദം ജനിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചു വിടുക. പൂക്കളെ കൂട്ടുപിടിക്കാം, കാറ്റിനോട് കഥ പറയാം, മഴയെ പ്രണയിക്കാം, നല്ലൊരു പാട്ട് കേൾക്കാം, നിലാവിൻ്റെ കുളിരറിയാം. അങ്ങനെ എന്തും നമുക്ക് നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തും. കാഴ്ചകളാൽ സമൃദ്ധമാണല്ലോ നമ്മുടെ പ്രകൃതിയും നമ്മുടെ ചുറ്റുമുള്ള ലോകം. അതിലേക്ക് കണ്ണു തുറന്ന് നോക്കുക. ഒന്നും ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ഭൂമിയിലെ സകല മനുഷ്യജീവികൾക്കും പങ്കിട്ടെടുക്കാവുന്നതാണ് എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ. നമ്മുടെ സത്വത്തെ നമ്മൾ തന്നെ അംഗീകരിക്കാതെ മറ്റൊരാളും നമ്മളെ അംഗീകരിക്കുകയില്ല. ഒരാളിലേക്ക് ആരുടെയും ലോകം ചുരുങ്ങിപ്പോകാതെ ഇരിക്കട്ടെ. കരയാൻ തോന്നിയാൽ കരഞ്ഞുകൊണ്ട്, ചിരിക്കാൻ തോന്നിയാൽ ചിരിച്ചുകൊണ്ട് മനസ്സെന്ന മഹാസമുദ്രത്തെ ശാന്തമാക്കുക. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക. അത് എല്ലാ സുനാമികളും അഗാധതയിൽ ഒതുങ്ങട്ടെ. നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷപരമായി, നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിലാണോ? ഒരിക്കലുമല്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ സന്തോഷത്തിലുള്ള വഴികൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മുടെ സന്തോഷത്തിലുള്ള വഴികൾ അടച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തിലുള്ള വഴി അറിയില്ല. അതാണ് അതിലത്തെ സത്യം. അതുകൊണ്ട് ആ വഴി അറിയാവുന്ന ഒരേ ഒരാൾ നമ്മൾ തന്നെയാണ്. ആ സന്തോഷത്തിലുള്ള വഴികൾ കണ്ടെത്തി നമ്മുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തലോടി ഉറക്കി താരാട്ട് പാടി അതിനെ കൊണ്ടു നടക്കുക, സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. ആരും മാനസിക വ്യതകളിലേക്കോ അമിതമായ ഡിപ്രഷനിലേക്കോ പോകാതെ നമ്മുടെ സന്തോഷം കണ്ടെത്തി നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ. വീണ്ടും അടുത്ത വിഷയമായി കാണാം. നന്ദി, നമസ്കാരം.